സഖാവ് പുഷ്പന്റെ മൃതദേഹത്തിൽ പൊതുദർശനം തുടരുകയാണ്. ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ 4:30 വരെ പൊതുദർശനമുണ്ട്. കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരകത്തിലെയും തലശ്ശേരി ടൗൺ ഹാളിലെയും പൊതുദർശനത്തിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു. വൈകിട്ട് ചുക്ലി മേലപ്പുറത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ കോഴിക്കോട് നിന്നും വിവിധ ഇടങ്ങളിൽ പൊതുദർശനം നടത്തിക്കൊണ്ടാണ് മൃതദേഹം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെ, എ റഹീം അടക്കമുള്ള നേതാക്കളെ കാണാം. ഇപ്പോൾ ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം നടക്കുകയാണ്. അവിടേക്ക് നേതാക്കളും പ്രവർത്തകരും ഒഴുകിയെത്തുകയാണ്. എന്താണ് അവിടെ നിന്ന് നൽകാവുന്ന വിവരങ്ങൾ? സ്മൃതി, പൊതുദർശനം തുടരുന്നു. 100 കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് ഈ രാമവിലാസം സ്കൂൾ മുറ്റത്തേക്ക് ഒഴുകിയെത്തുന്നത്. 2:30 ശേഷമാണ് മൃതദേഹം വിലാപയാത്രയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. 12:30 ശേഷം എത്തുമെന്നും പറഞ്ഞതാണ്, പക്ഷേ 2 മണിക്കൂർ വൈകിയാണ് എത്തിയത്. 100 കണക്കിന് ആളുകൾ, ഈ ചുക്ലി, പാനൂര് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ, അത് പുഷ്പനെ നേരിട്ടും അല്ലാതെയുമൊക്കെ അറിയുന്ന നിരവധി ആളുകളാണ് ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നത്. വലിയ നിര, ഈ റോഡ് കഴിഞ്ഞും ചുക്ലി ടൗണിലേക്ക് വലിയ നിര നീണ്ടു നിൽക്കുന്നു. മുഴുവൻ ആളുകൾക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അറിയിച്ചിരുന്നു. വിലാപയാത്ര ഇവിടെ എത്തിയ സമയത്ത് തന്നെ ഈ വിലാപയാത്രയ്ക്കൊപ്പം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉണ്ടായിരുന്നു. അന്തിമോപചാരം അർപ്പിച്ച അദ്ദേഹവും ഇവിടെയുള്ള പൊതുദർശന വേദിയിൽ ഇരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനുണ്ട്, മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുണ്ട്, സ്പീക്കറുണ്ട്, ശർമ്മയുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ ഇവിടെ ഈ പൊതുദർശന വേദിക്കരികിൽ തന്നെ മേനപ്പുറത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വീടിന് സമീപത്തുള്ള കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരകമുണ്ട്. അതിനോട് ചേർന്നാണ് പുഷ്പന് അന്ത്യവിശ്രമ സ്ഥലം പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കാൻ വേണ്ടി പോവുക. രാവിലെ 8 മണിക്ക് കോഴിക്കോട് യൂത്ത് സെൻറ്ററിൽ നിന്നാണ് ഈ വിലാപയാത്ര ആരംഭിക്കുന്നത്. ദേശീയപാതയിലൂടെ കടന്നു വരുന്ന വഴിയിൽ ടൗണുകളിലൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഓരോ കേന്ദ്രങ്ങളിലും നിരവധി പ്രവർത്തകരാണ് അവിടെ എത്തി ആദരാജ്ഞലി അർപ്പിച്ച് മടങ്ങിപ്പോയത്. തലശ്ശേരിയിലുള്ള ടൗൺ ഹാളിലെത്തിയ സമയത്തും വലിയ നീണ്ട നിരയായിരുന്നു ടൗൺ ഹാളിന് പുറത്ത് ഉണ്ടായിരുന്നത്. 100 കണക്കിന് ആളുകൾ ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തി. പക്ഷേ അവിടെ 12 മണി വരെ മാത്രമേ ടൗൺ ഹാളിൽ മൃതദേഹം വെച്ചുള്ളൂ. കാരണം പുഷ്പൻ 94 നവംബർ 25 വെടിയേറ്റ് വീണ കൂത്തുപറമ്പിൻ്റെ മണ്ണിലൂടെയാണ് ഈ വിലാപയാത്ര കടന്നു വരേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ 12 മണിക്ക് തന്നെ മൃതദേഹം അവിടെ നിന്ന് എടുക്കുകയും കൂത്തുപറമ്പിലെത്തുകയും അവിടുന്ന് പാനൂർ വഴിയാണ് ഇപ്പോൾ രാമവിലാസം സ്കൂൾ മുറ്റത്ത് എത്തിച്ചിരിക്കുന്നത്. ഈ സ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പുഷ്പൻ നടത്തിയത്. ഇവിടെ വെച്ചാണ് SFIയുടെ ഭാഗമാകുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം സജീവമായി ആരംഭിക്കുന്നതൊക്കെ തന്നെ ഈ സ്കൂൾ മുറ്റത്ത് വെച്ചാണ്. അങ്ങനെ ഓർമ്മകൾ ഉറങ്ങുന്ന സ്കൂൾ മുറ്റത്തേക്കാണ് പുഷ്പൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷത്തോളമായി ഒരേ കിടപ്പിൽ കിടന്ന പുഷ്പൻ ഈ പാർട്ടി പ്രവർത്തകർക്കും എല്ലാവർക്കും തന്നെ ഊർജ്ജമായിരുന്നു. അതായത് കിടക്കൽ കിടന്നുകൊണ്ട് നേതാവായി, അത് പ്രസംഗിക്കാതെ കിടന്നുകൊണ്ട് തന്നെ നേതാവായി ഊർജ്ജം പകർന്ന ഒരാളാണ് പുഷ്പൻ. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തിബന്ധങ്ങൾ ആളുകൾക്കുണ്ടായിരുന്നു. എത്ര വലിയ നേതാവാണെങ്കിലും പുഷ്പനെ വന്ന് കാണുമായിരുന്നു. അതുകൊണ്ട് നേതാക്കന്മാരുമായി, സാധാരണക്കാരുമായി ഈ കിടക്കയിൽ കിടന്നു പോലും അദ്ദേഹത്തിന് സൗഹൃദം സൂക്ഷിക്കാൻ സാധിച്ചു, വ്യക്തിബന്ധം സൂക്ഷിക്കാൻ സാധിച്ചു. പുഷ്പനോട് സംസാരിക്കുന്നവർക്ക് ആ സമരത്തിൻ്റെ ഊർജ്ജം ലഭിക്കുമെന്നായിരുന്നു പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പുഷ്പൻ്റെ അരികിലേക്ക് വരുമായിരുന്നു. അതുകൊണ്ട് ഈ അവസാന മണിക്കൂറുകളിൽ പുഷ്പനെ കാണാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി നിരവധി നേതാക്കന്മാരും പ്രവർത്തകരും ഇവിടെ എത്തുന്നു. അതോടൊപ്പം തന്നെ പുഷ്പനൊപ്പം അന്ന് ഈ സ്കൂളിൽ പഠിച്ച സഹപാഠികളുണ്ട്. അന്ന് ഈ 94 സമരത്തിൽ 2000-ലധികം പ്രവർത്തകരാണ് പങ്കെടുത്തത്. അന്ന് ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അന്ന് നടന്ന വെടിവെപ്പിൽ KK രാജീവൻ, KV റോഷൻ, B മധു, ബാബു ഷിവാൽ എന്നിങ്ങനെ 5 രക്തസാക്ഷികളാണ് ഉണ്ടായത്. ആ താരങ്ങൾക്കൊപ്പം തന്നെ 6ാമതൊരു താരമായി ഈ പുഷ്പനും കൂടെ മാറുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെയുള്ള പൊതുദർശനം പൂർത്തിയാവുകയും വിലാപയാത്രയായിട്ട് തന്നെ വീടിന് സമീപത്തേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്യും. സ്മൃതി. ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ചുക്ലിയിൽ തന്നെയാണ് പൊതുദർശനം. ഇവിടെ 4:30 വരെ പൊതുദർശനം. പിന്നീട് വീട്ടുവളപ്പിലാണ്, ചുക്ലിയിൽ തന്നെ മേലെപ്പുറത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാരം.